കുറച്ചു കാലമായി മലപ്പുറത്ത് നിന്നും തുടങ്ങിയ ചർച്ചകൾ അതിപ്പോൾ കേരളത്തിൽ പലയിടത്തേക്കും വ്യാപിക്കുകയാണ്. ആദ്യം കുറച്ചു കാലമായി മലപ്പുറം ജില്ല രണ്ടാക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഒരു യാത്ര എറണാകുളത്തെത്തിയപ്പോൾ ആ ജില്ലയും രണ്ടാക്കണമെന്ന്. കാന്തപുരം മുസ്ലിയാരുടെ ഒരു ജാഥയാണ് കേരള യാത്ര. അത് മലപ്പുറത്തൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മലപ്പുറം ജില്ലയെ രണ്ടാക്കണം, ജനസംഖ്യ കൂടുതലാണ്, എല്ലാ ജനങ്ങൾക്കും സൗകര്യങ്ങൾ ഉണ്ടാവണ്ടേ എന്ന്. അതിനെ ഒരുപാട് പേര് ഏറ്റുപിടിക്കുന്നു. അതിപ്പോഴുണ്ടായ ആവശ്യമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ പല തവണ പല ഇസ്ലാമിക നേതാക്കളും ആവശ്യപ്പെട്ടു തുടങ്ങിയതാണ്. ജനസംഖ്യ അങ്ങ് കൂടിക്കൊണ്ടേയിരിക്കുകയല്ലേ. മറ്റ് പല ജില്ലകളെയും 5ഉം 6ഉം ഇരട്ടിയിലേറെയാണ് മലപ്പുറത്തെ ജനസംഖ്യ. അത് വരും വർഷങ്ങളിൽ വീണ്ടും വീണ്ടും ഇരട്ടിക്കും. വീണ്ടും വീണ്ടും ജില്ലകളും ഉണ്ടാവാൻ സാധ്യത കൂടുന്നു. തൊട്ടടുത്ത വയനാട്ടിൽ ഏകദേശം 8 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയാണ് ഉള്ളത് എന്നുകൂടി ഓർക്കണം. ഇതാ യാത്ര എറണാകുളത്തേക്കെത്തി. അവിടെയും വിഭജിക്കണമെന്ന ആവശ്യം. സ്വാഭാവികമായും മലപ്പുറം വിഭജിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള പാലക്കാടും കോഴിക്കോടും ഒക്കെ അതിലേക്ക് കടക്കും. എറണാകുളം വിഭജിക്കുമ്പോൾ തൃശ്ശൂരും ഇടുക്കിയും ഒക്കെ അവിടേക്ക് കടക്കും. ചോദ്യം ഇതാണ്, ഈ യാത്ര 2 ജില്ലകളിലെ മുസ്ലിം സമുദായം കൂടുതലായി ഉള്ള 2 ജില്ലകളിലെ ആശങ്കകളാണ് പങ്കുവച്ചത്. അതോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കുന്നു, ഇത് മതത്തിന്റെ കണ്ണിലൂടെ കാണരുത് എന്ന്. തീർച്ചയായിട്ടുമില്ല. മലപ്പുറം വിഭജിക്കണം എന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നത് ഒരിക്കലും മതത്തിന്റെ കണ്ണിലൂടെ കാണാനാവില്ലല്ലോ. എറണാകുളം വിഭജിക്കുകയും വേണം, മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയൊരു ജില്ല കൂടി വേണം എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റില്ല. അത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കാൻ ചില പച്ചക്കണ്ണടകൾ വേണം. സംശയം ഇതാണ്, എന്തുകൊണ്ട് തിരുവനന്തപുരം വിഭജിക്കണ്ട? എന്തുകൊണ്ട് തൃശ്ശൂർ രണ്ടാക്കി വിഭജിക്കണ്ട? കാരണം ഇവിടെയൊക്കെ ജനസംഖ്യ കൂടുതലല്ലേ. പക്ഷെ എന്തുകൊണ്ടോ തൃശ്ശൂർ കടന്നുപോയ കേരള ജാഥയ്ക്ക് തൃശ്ശൂരിലെ ബാഹുല്യം കണ്ടെത്താനായില്ല, തിരുവനന്തപുരത്തെയും കണ്ടെത്താനാവില്ല. പലരും ആദ്യകാലങ്ങൾ മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോഴത് കാന്തപുരവും ആവശ്യപ്പെട്ടു എന്നേ ഉള്ളൂ. ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമല്ല. ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് മതപരമായ കണ്ണിലൂടെ കാണുന്നത് തെറ്റായ പ്രവണതയാണ് എന്നൊക്കെയാണ് കാന്തപുരം പറയുന്നത്. കാന്തപുരത്തിന്റെ ഈ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് VT ബൽറാം അടക്കമുള്ള പലരും പല ലക്ഷ്യങ്ങളോടെയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും VT ബൽറാമിന്റെ പുതിയ ആഗ്രഹപ്രകാരം 5 ജില്ലകൾക്കെങ്കിലും കേരളത്തിൽ പുതിയതായി സ്കോപ്പുണ്ട് എന്നാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ പുനഃക്രമീകരിച്ച് ഒരു പുതിയ ജില്ല കൂടിയാവാം. എറണാകുളം, തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല കൂടിയാവാം. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി 2 പുതിയ ജില്ലകൾക്ക് കൂടി സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കിടയിൽ ഒരു പുതിയ ജില്ല കൂടിയാവാം. ചർച്ചകൾ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും ചർച്ചകൾക്ക് തിരികൊളുത്തുന്നുണ്ട്. നിലവിൽ ഭരിക്കുന്നത് ആരെ തുണയ്ക്കുന്ന സർക്കാരാണ് എന്നത് ഈ വെറും ആവശ്യങ്ങളെ എത്രത്തോളം പിന്തുണയ്ക്കും എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ചർച്ചയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഓരോ പൗരന്മാർക്കുമുണ്ടല്ലോ ഇത്തരം ചർച്ചകളിൽ അവകാശം. ഏതൊക്കെ ജില്ല എങ്ങനെയൊക്കെ വിഭജിക്കണം എന്നത് പൊതു ചർച്ചയാവട്ടെ. അല്ലാതെ മലപ്പുറവും എറണാകുളവും മാത്രം തിരിച്ചാൽ പോരല്ലോ. നിങ്ങൾക്കും വോട്ട് ചെയ്യാം. ജില്ലകളുടെ വിഭജനം ആവശ്യമാണോ അല്ലയോ?